ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറെന്ന് കെ ശൈലജ CPM സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. അന്തിമ തീരുമാനം അടുത്ത സെക്രട്ടേറിയറ്റിൽ. മട്ടന്നൂരിൽ VK സനോജും തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കുമെന്ന് വിവരം. തലശ്ശേരിയിൽ N ഷംസീറിന് സീറ്റ് ഉണ്ടാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയവർക്കും ഇത്തവണ സീറ്റ് കൊടുക്കില്ലെന്ന് റിപ്പോർട്ട്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നിർണായകമായ ഒരു വിവരമാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, 2 തവണ തുടർച്ചയായി ജയിച്ചവർക്ക് വിജയം ഉറപ്പുള്ള സീറ്റ്, അതായത് CPM-ന്റെ ഉറച്ച കോട്ടകളിൽ, പാർട്ടി കോട്ടകളിൽ 2 ടേം നിബന്ധന കാര്യമാക്കേണ്ട, 2 ടേം നിബന്ധന ഇളവ് നൽകേണ്ട, അവിടെ പുതിയ ആളുകൾ മത്സരിക്കട്ടെ. ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന സീറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ അത്തരം ആളുകൾ മത്സരിക്കട്ടെ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനം. അതനുസരിച്ചാണ് മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച KK ശൈലജ, സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച KK ശൈലജയെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റ് സമർപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ CPM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും KK ശൈലജയോട് പേരാവൂർ മത്സരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. പക്ഷേ മട്ടന്നൂരില്ലെങ്കിൽ മത്സരിക്കാനില്ല, പേരാവൂർ മത്സരിക്കാനില്ല എന്നാണ് KK ശൈലജ ആ ഘട്ടത്തിൽ നിലപാടെടുത്തത്. പക്ഷേ അങ്ങനെ അതോടുകൂടി മട്ടന്നൂരിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ സംസ്ഥാന സമിതി അംഗവുമായ VK സനോജിന്റെ പേര് CPM തീരുമാനിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ശൈലജ പേരാവൂർ മത്സരിക്കാൻ തയ്യാറാണ് എന്ന തീരുമാനം അറിയിച്ചത്. പേരാവൂർ മത്സരിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശൈലജ നിലപാട് മാറ്റുകയായിരുന്നു. അപ്പോൾ CPM നേതൃത്വം എടുത്ത നിലപാട് അങ്ങനെയെങ്കിൽ അടുത്ത സെക്രട്ടേറിയറ്റ് തീരുമാനിക്കാം. അടുത്ത സെക്രട്ടേറിയറ്റിൽ ആ വിഷയം, അതായത് 4-ാം തീയതി വീണ്ടും സംസ്ഥാന സെക്രട്ടറി ചേരും ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ. അതിൽ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് അത് മാറ്റുകയായിരുന്നു. KK ശൈലജ തന്നെ പേരാവൂർ മത്സരിച്ചേക്കും. KPCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അവിടെ തുടർച്ചയായി വിജയിച്ചു വരുന്നയാൾ. നേരത്തെ ശൈലജ പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ. പക്ഷേ ഇത്തവണ അത് പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസമാണ് അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട തീരുമാനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ്. അതും ഈ 2 ടേം നിബന്ധനയെ തൊട്ടിയാണ് ഷംസീറിന്റെ സീറ്റും പോകുന്നത്. ഷംസീർ അവിടെയും CPM അനായാസം വിജയിക്കാമെന്ന് കണക്കാക്കുന്ന ഒരു സീറ്റായാണ് അവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഷംസീറിന് പകരം CPM ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ കാരായി രാജൻ മത്സരിക്കും. ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ച പേരും കാരായുടേതാണ്. അവിടെ കാരായി രാജൻ തന്നെ മത്സരിക്കാനാണ് തീരുമാനം. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ PK ബിജു, അതുപോലെ തന്നെ M സ്വരാജ് എന്നിവർ ഇത്തവണ മത്സരിക്കില്ല. ബിജുവിനെ കുന്നംകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ CPM പരിഗണിച്ചിരുന്നു. പക്ഷേ ബിജു ഇത്തവണ മത്സരിക്കേണ്ടതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം. പൊളിറ്റ്ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയൻ മാത്രമാണ് മത്സരിക്കുന്നത്. A വിജയരാഘവൻ മത്സരിക്കില്ല. പൊന്നാനി സീറ്റ് കഴിഞ്ഞ തവണ നന്ദകുമാർ വിജയിച്ച പൊന്നാനി സീറ്റ്, മലപ്പുറത്ത് CPM-ന്റെ ഒരു കോട്ട എന്ന് പറയാൻ കഴിയുന്ന, ഉറച്ച സീറ്റ് എന്ന് പറയാൻ കഴിയുന്ന സീറ്റ് പൊന്നാനിയാണ്. അവിടെ ഇത്തവണ CPM പല പേരുകൾ പരിഗണിച്ചു. M സ്വരാജ് മത്സരിക്കുമെന്ന സൂചനകൾ വന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടറി നിശ്ചയിച്ചത് MK സക്കീറിനെയാണ്. MK സക്കീർ PSCയുടെ മുൻ ചെയർമാനാണ്. സക്കീർ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാകാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. ജില്ലാ നേതൃത്വം അതിനോട് അനുകൂലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ മാറ്റി നിർത്തപ്പെട്ട നേതാക്കളുണ്ട്. മുതിർന്ന നേതാക്കൾ EP ജയരാജൻ, തോമസ് ഐസക്, ജി സുധാകരൻ, AK ബാലൻ തുടങ്ങിയ ഒരു വലിയ നിര നേതാക്കൾ. അവർക്കാർക്കും ഇത്തവണയും സീറ്റ് ഉണ്ടാകില്ല. അവരൊക്കെ സംഘടനാ രംഗത്ത് നിൽക്കാനാണ് തീരുമാനം. P ജയരാജനെ കണ്ണൂരിൽ ഏതെങ്കിലും സീറ്റ് നൽകണമെന്ന ആവശ്യം അവിടെ ഉയർന്നു വന്നു. പക്ഷേ P ജയരാജൻ ഇത്തവണയും പരിഗണിക്കുന്നില്ല. P ജയരാജനും സംസ്ഥാന സെക്രട്ടറി MV ജയരാജൻ മത്സരിക്കില്ല. അതായത് 3 ജയരാജന്മാരും കണ്ണൂരിലെ 3 ജയരാജന്മാർക്കും ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, മറ്റൊരു പ്രധാന തീരുമാനം, തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കും. PK ശ്യാമള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്. നേരത്തെ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജീവിത പങ്കാളിയുമാണ്. അവിടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ച പേര് ശ്യാമളയുടേതായിരുന്നു. പക്ഷേ വലിയ എതിർപ്പ് അവിടെ ജില്ലാ സെക്രട്ടറി 2 അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ നിർദ്ദേശത്തെ എതിർത്തു. അങ്ങനെ അവിടെ N സുകന്യയുടെ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി കൂടെ N സുകന്യയുടെ പേരും അവിടെ നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശ്യാമളയുടെ പേര് ഉറച്ചു നിൽക്കുകയാണ്. ശ്യാമള തന്നെ അവിടെ മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. അതായത് MV ഗോവിന്ദിന് പകരം അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അവിടെ ഈ സീറ്റിൽ മത്സരിക്കും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയാണ്. ജില്ലാ സെക്രട്ടറിമാരിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് വർക്കലയിൽ വീണ്ടും ജനവിധി നേടും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി അംഗീകരിക്കുകയായിരുന്നു. നാളെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വീണ്ടും ചേരുന്നുണ്ട്. പക്ഷേ ജോയിക്ക് പകരം പുതിയ പാർട്ടി സെക്രട്ടറി അവിടെ തീരുമാനിക്കും. കൊല്ലത്ത് S ജയമോഹനാണ് CPM-ന്റെ താൽക്കാലിക സെക്രട്ടറി. അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെയും വേറൊരു ജില്ലാ സെക്രട്ടറി കണ്ടെത്തേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് EN സുരേഷ് ബാബു മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പേരും അവിടെ നിന്നുള്ള നിർദ്ദേശിച്ച പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ നാസറിനും സീറ്റില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ കായംകുളത്താണ് നാസറിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ
യു പ്രതിഭ തന്നെ വീണ്ടും മത്സരിക്കും. പി സരിൻ കഴിഞ്ഞ തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട നേതാവാണ്. സരിനെ വീണ്ടും പാലക്കാട് മത്സരിപ്പിക്കാനാണ് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്ന്. പക്ഷേ അവിടെ പാലക്കാട് വിജയസാധ്യത കുറവായതിനാൽ സരിനെ മറ്റൊരു മണ്ഡലം, അത് ഒരുപക്ഷെ നെന്മാറയാകാം. കെ ബാബു തുടർച്ചയായി 2 തവണ ജയിച്ച മണ്ഡലമാണ് നെന്മാറയിൽ ഒരുപക്ഷെ പി സരിനെ പരിഗണിച്ചേക്കും. അങ്ങനെയാണ് CPMന്റെ ഇപ്പോഴത്തെ ഒരു സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക. 4-ാം തീയതി സംസ്ഥാന സെക്രട്ടറി വീണ്ടും ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ച പട്ടികകൾ ജില്ലാ കമ്മിറ്റികൾ ജില്ലാ സെക്രട്ടറികൾ പരിശോധിക്കും. അതിനുശേഷമാകും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുക. അവിടെ നിന്ന് 5-ാം തീയതി സംസ്ഥാന സമിതി ചേരും. സംസ്ഥാന സമിതിയിൽ നിന്ന് അന്തിമ നിർദ്ദേശം ജില്ലാ കമ്മിറ്റികളിലേക്ക് പോകും. ആ പട്ടിക പിന്നീട് 8-ാം തീയതിയോ 9-ാം തീയതിയോ CPMന്റെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കാനാണ് CPMന്റെ ആലോചന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കും. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിജയരാഘവൻ മത്സരിക്കില്ല, പിണറായി വിജയൻ മാത്രമാകും മത്സരിക്കുക. ഘടകകക്ഷികളുടെ ഒരു സീറ്റ് ഏറ്റെടുക്കാനോ വച്ചുമാറാനോ ഇപ്പോൾ ആലോചനയില്ലെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അനുശ്വരി. ശരി, സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് KK ശൈലജ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരിക്കുകയാണ്. അന്തിമ തീരുമാനം അടുത്ത സെക്രട്ടേറിയറ്റിലാവും ഉണ്ടാവുക. VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.